ഇതിപ്പം ഞാൻ പകുതിയിലാണ് ചെയ്തു തുടങ്ങിയത് കേട്ടോ ഞാൻ. കാരണം എടുക്കണം എന്നൊക്കെ ഓർത്തു, പിന്നെ അങ്ങ് വിട്ടുപോയി. പിന്നെ ഓർത്തെന്നാൽ പിന്നെ കുറച്ചും കൂടെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതങ്ങ് റീലാക്കി എടുത്തേക്കാന്ന് വിചാരിച്ചേ. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ക്ലയൻറ്റ് ഞാൻ വേറൊരു കേക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ വേണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കേക്കാണ്, മുകളിൽ നമ്മൾ ഈ ബാർബിയുടെ ഡോൾ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് കേക്ക് കവർ ചെയ്യാൻ എപ്പോഴും ഞാൻ ഫോണ്ടൻ്റാണ് യൂസ് ചെയ്യുന്നത്, ഗംബേസില്ല കേട്ടോ. ടോപ്പേഴ്സിന് മാത്രമേ ഞാൻ ഗംബേസ് യൂസ് ചെയ്യുള്ളൂ. ഇതുപോലെ റൗണ്ടായിട്ട് എടുത്ത് ഇങ്ങനെ അതിൻ്റെ മുകളിലോട്ട് വെച്ചു. ഹെഡ് ഗ്ലൂ വെച്ചിട്ടൊന്ന് സൈഡ് ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റായിട്ട് താഴോട്ടങ്ങ് വലിച്ചു കൊടുത്താൽ നല്ല ഫ്ലെയർ പോലെ നല്ല സ്കേർട്ടായിട്ട് കിട്ടും. അതുപോലെ നെറ്റും അടിയിലത്തെ ലെയർ ഞാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു 3 ലെയർ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ബോയ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ഒരു ലൈനായിട്ട് എടുത്തിട്ട് ആ ബോയുടെ ആദ്യത്തെ പാർട്ട്, അതായത് ആ വള്ളി അങ്ങനെ നീട്ടിയിട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഷേപ്പിൽ കിട്ടുമേ. ഇനി ആ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി നമ്മളൊരു റെക്റ്റാങ്കിൾ ലെങ്തിൽ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ എന്ത് എളുപ്പമാണെന്നറിയാവോ. എന്നിട്ട് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് വീണ്ടും അതൊന്ന് ഒട്ടിച്ചാണ് കൊടുക്കുന്നത്. എനിക്കിങ്ങനത്തെ ഗേളി കേക്ക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഫ്ലാസിൽ എളുപ്പത്തിലുണ്ടാക്കുന്ന ഫ്ലാസ്, അത് വെച്ചേക്കുക. കണ്ടോ എളുപ്പമാണ് പണി, നമുക്ക് പെട്ടെന്ന് തീരും. ഞാൻ ഇതിനെ ഒട്ടിച്ച് വെക്കുന്നത് ഗനാഷ് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ക്രീം ഉണ്ടെങ്കിൽ ബട്ടർ ക്രീം മതി, അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും മതി. എന്നിട്ട് കുറച്ച് ബട്ടർഫ്ലൈസും ഫ്ലാസൊക്കെ വെച്ച്. കണ്ടോ എന്തൊരു ഭംഗിയല്ലേ.